കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സഞ്ജു ഇവിടെ ഇല്ലെന്നാ തോന്നുന്നേ. ആരെപ്പ ഈ നേരത്ത്? ആരൊക്കെയാ വന്നിരിക്കുന്നെന്ന് കണ്ടിട്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കേറിപ്പോടി മുകളില്. മോളെ, ദൈവമേ, ആരൊക്കെയാ വന്നിരിക്കുന്നേ? പ്രതീക്ഷിക്കാതെയുള്ള വരവായി പോയല്ലോ മക്കളെ. വാ 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 വല്യേച്ചി, വാ വാ ചേച്ചി. സഞ്ജുവിന്റെ കാർ കണ്ടില്ലല്ലോ ഇളയമ്മേ. അവൻ 10 മിനിറ്റ് മുമ്പ് ഓഫീസിലേക്ക് പോയി മോളെ. അവാർഡ് കിട്ടിയ ആളെ നേരിൽ കണ്ട് അനുമോദിക്കാനാ ഞങ്ങൾ വന്നത്. പ്രഭയൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൻ പോവില്ലായിരുന്നു. നീ അവനെ വിളിച്ച് വേഗം ഇങ്ങോട്ട് വരാൻ പറ. ആ, ഞാൻ വിളിച്ചു പറയാം. പ്രഭേട്ടൻ ഇരിക്കും. വാ മോളെ. സെക്യൂരിറ്റിക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കണ്ട MDയുടെ അളിയനാണെന്നൊന്നും പറയത്തില്ല. അങ്ങനെ പറയണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ചെല്ലാനും പറ്റില്ല. അതെന്റെ അളിയനാ. തന്നോടല്ലേ പറഞ്ഞു പുറത്തു പോവാൻ? എന്റെ അളിയനാ. ഹലോ. ആ ശരി ശരി, ഞാൻ എത്താം. എപ്പോഴെത്തി? അളിയാ, അളിയാ. എനിക്ക് ഈ വിഷയത്തിൽ ആരുടെ ഉപദേശം ആവശ്യമില്ല. നിന്റെയൊക്കെ വാക്കേട്ട ശിക്ഷയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഞാൻ മനസ്സിൽ എന്തു കുറിച്ചോ അത് ഞാൻ നടത്തിയിരിക്കും. മറ്റൊരുത്തൻ അവളെ കെട്ടിക്കൊണ്ട് പോയതല്ലേ അളിയാ. അവളെ തിരിച്ചു കൊണ്ടുവന്ന് കെട്ടിയ അതല്ലേ ഏറ്റവും വലിയ അപമാനം. എനിക്ക് വരുന്ന അപമാനം ഇല്ലാണ്ടാക്കാൻ അവൾ കൊണ്ടുവരുന്ന ഭാഗ്യത്തിന് കഴിയെങ്കിലോ? അവള് പോയതിനു ശേഷം എന്റേതായ ഒരു ദിവസം പോലും ഇല്ലടാ. കൂടെ നിൽക്കുന്നവരും എനിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തയ്യാറെടുക്കുക. കയ്യിൽ കാശുള്ളതുകൊണ്ട് നിങ്ങളിപ്പോ ഒന്നും അറിയില്ല. അത് അറിയാൻ വലിയ കാലതാമസമൊന്നുമില്ല. എടാ, എന്തിനാണ് അവളെ വില കുറച്ച് കാണാൻ ശ്രമിക്കുന്നത്? അവളുടെ ഭാഗ്യം കൊണ്ട് തന്നെയാടാ നീയും ഞാനും ഇന്നീ നിലയിലെത്തിയത്. കുപ്പയിൽ വീണെന്ന് എഴുതി മാണിക്യം മാണിക്യമല്ലാതാവില്ല. അതെടുത്ത് വെക്കേണ്ടടുത്ത് വെക്കണം. അവള് നശിച്ചു പോയിട്ടൊന്നുമില്ല. അവൻ അവളെ മറ്റൊരിടത്തേക്ക് കൈമാറി. അവൾ ആ പെണ്ണിനെ മെരുക്കിയെടുക്കാൻ നോക്കുന്നിടയിലാണ് അവളെ രക്ഷപ്പെട്ടത്. ഭാഗ്യത്തിന് വേണ്ടി മാത്രമല്ലടാ, അവളെ ഞാൻ മോഹിച്ചുപോയി. അരിയന്തന്റെ മാത്രം പെണ്ണായിട്ട്. നിർത്തടാ. താലി കെട്ടണ്ടതേ ക്ഷണക്കത്തി പേരുള്ളവരാ. ശരിയായ വരം നിൽക്കുമ്പോ നീ ഈ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ നീ അകത്തു പോവും. പയ്യന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി താലി കെട്ട്. ഇത് എന്തൊരു വീടാ. സിറ്റിയിലെ വീടുകളൊക്കെ ഇങ്ങനെ തന്നെ. ഇവിടെ ഒരു ജോലിക്കാരായിട്ട് എന്നെ നിർത്തിയാൽ മതിയായിരുന്നു. ചേച്ചിയുടെ അച്ഛൻ സ്നേഹമുള്ള ആളാ. അമ്മയുടെ നോട്ടം കണ്ട പേടിയോ. ആരെങ്കിലും വിളിച്ച ഫോൺ എടുക്കാനല്ലേ ചേച്ചിയുടെ അമ്മ പറഞ്ഞത്? ഹലോ, ഇവിടെ ആരുമില്ല. പിന്നെ സംസാരിക്കുന്ന ആരോ? അമ്മുവാണോ? അയ്യോ, സുരഭി സിസ്റ്ററോ? ഞാൻ അല്പം മുമ്പ് സ്വാതിയെ വിളിച്ചിരുന്നു. സ്വാതിയ നമ്പർ തന്നത്. ചേച്ചി വന്നിട്ട് സിസ്റ്ററിനെ വിളിക്കാനിരുന്നതാ ഞാൻ. അമ്മുവിനവിടെ സുഖമല്ലേ? സ്വാതിയുടെ വീട്ടുകാരൊക്കെ എങ്ങനെയാ?
ചേച്ചിയുടെ അമ്മയും ചേച്ചിയുടെ അച്ഛനും സ്നേഹമുള്ളവരാ. അവര് 3 പേരും അല്ലാതെ വേറെ ആരും ഈ വീട്ടിലില്ല. അവരൊക്കെ മനുഷ്യപ്പറ്റുള്ളവരാ. നിന്റെ ഭാഗ്യമൊന്നല്ലാതെ എന്തു പറയാൻ. കുറച്ച് സങ്കടങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും അമ്മൂന് ഇനി സമാധാനമായിട്ട് ജീവിക്കാം. അമ്മ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോ കാണാട്ടോ. ഡ്യൂട്ടിക്ക് സമയേ. എന്നാ ശരി അമ്മ. ആഹാ, മോൻ വന്നല്ലോ. സഞ്ജു, വരുന്ന വിവരം സ്വാധിക്കുന്ന പറയായിരുന്നു. സഞ്ജുവിനൊന്ന് സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അല്ലേ അച്ഛാ? രാവിലത്തെ ന്യൂസ് പേപ്പറിലാ അവാർഡ് വിവരം കണ്ടത്. കൺഗ്രാറ്റ്സ് സഞ്ജു. താങ്ക് യു അങ്കിൾ. സഞ്ജു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് പരിഭവം പറയാൻ പലരും എന്നെയാണ് വിളിക്കുന്നത്. ആവശ്യത്തിന് ഫോൺ ഉപയോഗിക്കുന്ന ശീലം സഞ്ജുവിനില്ലല്ലോ. അന്നൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പച്ചി ഒന്ന് ക്ഷമിക്ക്. ബിസിനസ് രംഗത്ത് ഏറെ വിലമതിക്കപ്പെടുന്ന അവാർഡാ സഞ്ജുവിന്റെ കൈകളിൽ എത്തിയത്. സത്യത്തില് ഞാനും മുമ്പ് ആഗ്രഹിച്ചതാ, കിട്ടിയില്ല. പ്രഭയ്ക്ക് കിട്ടിയില്ലെങ്കിലും മരുമകനത് നേടിയില്ലേ? ഞാൻ സംതൃപ്തനാ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. നമുക്ക് ഇവരുടെ വിവാഹ നിശ്ചയത്തിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം എടുക്കണം. ഞാനും അത് മനസ്സിൽ കണ്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. കല്യാണം പോലെ തന്നെ ആവണം കല്യാണ നിശ്ചയവും. അതിലമ്മയ്ക്ക് യാതൊരു സംശയവും വേണ്ട. സഞ്ജുവിന്റെ വിവാഹ കാര്യത്തിൽ ശ്രീദേവി അമ്മയ്ക്ക് ഒരു പങ്കുമില്ലേ? ഒന്നും മിണ്ടാതിരിക്കും രാജു, അവര് കേക്കും. അമ്മ എവിടെ? ശ്രീദേവി അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കവിതേച്ചി കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. വിവാഹ നിശ്ചയല്ലേ സംസാരിക്കുന്ന? ഞാനേ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മ ഇവിടെ വന്നിരിക്കാണോ? അമ്മയ്ക്ക് എന്താ ആളുകൾ അഭിമുഖീകരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വലിയപ്പച്ചയും കുടുംബം ഇങ്ങോട്ട് വന്നിട്ട് താഴേക്ക് വരെ അമ്മ എന്താ തയ്യാറാവാത്തെ? മോനെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? വലിയപ്പച്ചി മുമ്പൊരിക്കൽ ഈ വീട്ടിൽ വന്നപ്പോഴും അമ്മ ഇങ്ങനെ തന്നെയാ ചെയ്ത്. അവര് പോകുന്നവരെ അമ്മയെ പുറത്ത് കണ്ടില്ല. അത് അസുഖം വന്നതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിൽക്കാതെ ഇങ്ങ് പോകുന്നത്. എന്നിട്ട് ഇന്ന് അമ്മ എന്താ താഴേക്ക് വരാതെ ഇവിടെ തന്നെ നിന്നളഞ്ഞത്? ഇവിടെ നിന്ന് സംസാരം കേൾക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താടാ അമ്മ നിന്നോട് പറഞ്ഞ? അത് മറച്ചു വെക്കാതെ നീ പറ. അല്ല, ആരാ താഴെ വന്ന ഗസ്റ്റ് എന്ന് ഞാൻ അവളോട് ചോദിക്കായിരുന്നു. അല്ലേടാ, ഞാൻ പൂജാമുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂടാ. അമ്മയ്ക്ക് വല്യപ്പച്ചോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ സ്വാതി സ്വീകരിക്കും? ഞാൻ താഴേക്ക് വരാൻ വൈകിയെന്ന് കരുതി നീ ദൈവത്തിന് നിരക്കാത്തൊന്നും പറയല്ലേ മോനെ. നീ അവളുടെ കഴുത്തി താലി കെട്ടാൻ ആഗ്രഹിച്ചവളല്ലേ ഞാൻ. അത് സത്യ സഞ്ജു. കാമുകിയുടെ പേരിൽ നീ ഒരിക്കൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഞങ്ങൾ വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും കൂടെ സംസാരിച്ചാൽ മതിയല്ലോ.
ആ അത് പോരാ, അമ്മ അങ്ങോട്ടിരുന്നേ. ഇരിക്കമ്മേ, ചെല്ല്. ഏയ്, ഇനി നിങ്ങൾ സംസാരിച്ച് തീരുമാനം എടുക്ക്. സ്വാതി, നമുക്കെന്താ ഇവിടെ കാര്യം? വന്നേ, വാ. കാഞ്ചനെ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ആളായല്ലോ. ഇനി എന്റെ ആവശ്യമില്ല. പ്രഭ മതി. മോളെ നീ അവിടെ ഇരിക്കേ. എനിക്ക് പകരം അമ്മയില്ലേ? ചർച്ച നടക്കട്ടെ. കവിതേ, നീ ഇങ്ങ് വന്നേ. നമുക്ക് നിന്റെ റൂമിലിരിക്കാം. വാ. ആ കാണുന്ന മംഗലശ്ശേരി വീട്. വിടണോ? ആരെങ്കിലും കേറി വരും. വന്നാലെന്താ? ഞാൻ വിടില്ല. ഇത്രയും വലിയ വീട്ടിൽ വന്ന് കയറിയതുകൊണ്ടാണോ ലച്ചു ഞങ്ങളെയൊക്കെ മറന്നുപോയത്? ബിസിനസ്സിൽ സഞ്ജുന് ഇത്ര ടാലന്റ് ഉണ്ടായിരുന്നെന്ന് സത്യമായിട്ട് ഞാൻ കരുതിയില്ല. വെറുതെ അല്ല എപ്പോ വിളിച്ചാലും ബിസി. അച്ഛൻ പറഞ്ഞപ്പോഴാ ആ അവാർഡിന്റെ വില എന്താണെന്ന് ഞാൻ അറിഞ്ഞു. നമ്മുടെ കമ്പനിയേക്കാൾ അച്ചീവ്മെന്റ് നേടിയ വേറെയും കമ്പനികളുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞ സത്യ. എന്ത്? സഞ്ജുവിനെ തേടി ഈ അവാർഡ് വന്നതേ എന്റെ ലക്ക് കൊണ്ടാണെന്ന്. മനസ്സിലായില്ലേ? കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഭാഗ്യമെന്ന്. അതിന് ഞാൻ കെട്ടിയില്ലല്ലോ. ഹലോ, എന്താ ആലോചിക്കുവാ? ഒന്നുമില്ല. ശ്രീകുട്ടി, ശ്രീകുട്ടി. അയ്യോ, അച്ഛനും അമ്മയും പോവാ ഇറങ്ങിക്കാണും. അയ്യോ, അളിയ, ലച്ചു അവിടെ. ഇതാണോ അളിയന്റെ വീട്? അളിയ, അവളെ ഒന്ന് കണ്ടിട്ട് പോട്ടെ അളിയ. അളിയ നിക്കളിയ, എവിടേക്കാ നമ്മൾ ഇങ്ങോട്ട് വാ. എന്താ അളിയ കാര്യം പറ. അവളെ ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് കേറ്. അവളെ ഒന്ന് കണ്ടിട്ട് പോയാ പോരെ? വേഗം കേറ്. സുഖമില്ലാത്ത ആളാ, സഹായം ചോദിച്ചു വന്നാ. ഞാൻ ഹോസ്പിറ്റലാക്കിയിട്ട് വേഗം വരാം. അവൻ കേറ്റിക്കൊണ്ടുപോയത് ആരെയാച്ചാ? ആ പയ്യന്റെ കാലിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. ആശുപത്രി കൊണ്ടുപോയതാ. ചാരിറ്റിയുടെ ഭാഗമാണേ. മാമോളെ, നമ്മൾ എന്തിനാ അളിയ പുറത്തേക്ക് പോകുന്നത്? അളിയനും ലച്ചുവും ആ വീട്ടിലല്ലേ താമസിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് പോയിട്ട് അളിയനോ ലച്ചുവോ ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഒരിക്കൽ അളിയനെ ഞാനേ സിറ്റി വെച്ച് കണ്ടതാ. അളിയൻ എന്നെ കാണാതെ വണ്ടി വിട്ടുപോയി. അന്നൊരു ആക്സിഡൻറ്റും എനിക്ക് പറ്റി. നിങ്ങളെപ്പറ്റി ഒരു വിവരമില്ലാതിരുന്നപ്പോൾ വീട്ടുകാരെന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്നറിയോ? അതൊക്കെ കേട്ട ശേഷം മുത്തശ്ശി കിടപ്പിലായി. ലച്ചു പോലും വിളിക്കാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു. പത്രത്തിൽ അളിയൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാ ഓഫീസ് മനസ്സിലായത്. എൻ്റെ വീടെങ്ങനെ കണ്ടുപിടിച്ചു? ആദ്യം ഓഫീസിലാണ് പോയത്. ഒരു സെക്യൂരിറ്റി എന്നെ കടത്തി വിട്ടില്ല. പിന്നെ ഒരു കണക്കിനാ ഞാൻ MD വീട് ചോദിച്ചറിഞ്ഞ്. അല്ല, അളിയൻ എങ്ങോട്ടാ എന്നെ ഈ കൊണ്ടുപോകുന്നേ? ഇയാളൊന്നും മിണ്ടാതിരിക്കേ. അളിയനോട് ഒന്ന് ഞാൻ പറയാം, ലച്ചുമോളെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല.
അവൻ എന്നെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. ആരെ ഞാൻ കണ്ണിൽ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി. അതിന് തന്റെ മനസ്സിലുള്ളത് അവനറിയൂ. അവന്റെ വിവാഹ നിശ്ചയത്തെ പറ്റി സംസാരിക്കുമ്പോ അവന്റെ അമ്മയെ വിളിക്കുന്നത് തെറ്റാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം തെറ്റ് തന്നെ. അമ്മ ഇനിയും അത് മനസ്സിൽ വെച്ച് പെരുമാറരുത്. വിവാഹത്തിന് അവരുണ്ടാവില്ലേ? വേണമെങ്കിൽ ഒരു ഇലയിട്ട് കൊണ്ടിട്ട് പൊയ്ക്കണം. അധികാരം ഒന്നും ചമയാൻ ഒരുത്തികളിവിടെ വരണ്ട. താൻ വെറുതെ BP കൂട്ടാന്നല്ലാതെ അവൻ അവന്റെ അമ്മയെ വേട്ടാന്ന് വെക്കില്ല. ഇങ്ങനെ ഒരു ബന്ധത്തിന് ഇറങ്ങി തിരിക്കുമ്പോ കാഞ്ചന അത് ഓർക്കേണ്ടതായിരുന്നു. എന്ത് കാഴ്ച കാണാനാണ് ഇവിടെ നിൽക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ എല്ലാ ജോലിയും തീർത്തു. ഇവിടെ മാറി അങ്ങോട്ട്. അമ്മു വിഷമിക്കണ്ട. ഇപ്പൊ എന്തു പറഞ്ഞാലും അമ്മയുടെ ചെവി കയറില്ല. അമ്മു ചെന്ന് ഡ്രസ് ചെയ്യ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി തലയിലെ കെട്ടൊക്കെ ഒന്ന് അഴിക്കാം. ചേച്ചിക്ക് വലിയ സങ്കടമുണ്ട്. അവരുടെ കുടുംബകാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. പാവം മുത്തശ്ശി. എന്ത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും മുത്തശ്ശിയെ സമാധാനിപ്പിക്കണം. മുത്തശ്ശി, മോനെ നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അളിയനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കിട്ടി. അവനെ ലച്ചുവിനെ നീ കണ്ടില്ലേ? അതിനെപ്പോഴും സാധിച്ചില്ല മുത്തശ്ശി. അളിയന്റെ ഓഫീസ് കണ്ടുപിടിച്ചു. അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത് അളിയനും കുടുംബവും ദൂരെ ഏതോ ക്ഷേത്രത്തിൽ പോയ വിവരം. 4 ദിവസം കഴിഞ്ഞേ അവര് വരൂ. സത്യാണോ കുഞ്ഞുട്ടാ നീ പറയുന്നത്? മുത്തശ്ശിയാണ് സത്യം. ഞാൻ അളിയന്റെ ഓഫീസിൽ പോയി. അവനെയും അവളെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേലും അവനെ പറ്റി അറിയാൻ കഴിഞ്ഞല്ലോ. ഇവിടെ ഓരോരുത്തര് തക്കം പോലെ കഥയുണ്ടാക്കി പറയണ കേട്ട് മുത്തശ്ശി വിഷമിക്കരുത്. അളിയനെ നല്ല ആളാ. ഒന്നിനും സമയമില്ലാത്ത വലിയ ബിസിനസ്സുകാരനാ അളിയൻ. ഇതേ ഇവിടെ ആരും അറിയണ്ട. 4 ദിവസം കഴിഞ്ഞ് നീ ഒന്നുകൂടി പോണേ മോനെ. അത് മുത്തശ്ശി പ്രത്യേകം പറയണോ? എന്നാ മുത്തശ്ശി കടന്നു. ക്ഷമിക്കണം മുത്തശ്ശി. പാവം എൻ്റെ മുത്തശ്ശിയോട് ഞാൻ എങ്ങനെ ഈ സത്യങ്ങളെല്ലാം പറയും?